ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിലെ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് പോയിൻ്റാണ് മിസ്റ്റേക്ക്. എ മിസ്റ്റേക്ക് ഈസ് സെറ്റ് ടു ഹാവ് ഒക്കേർഡ് വേർ ദ പാർട്ടീസ് ഇൻറ്റൻഡിങ് ടു ഡു വൺ തിങ് ബൈ എറർ ഡു സംതിങ് എൽസ്. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഒരു പാർട്ടി ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ചെയ്യുമ്പോഴാണ്. ഇറ്റ് ഈസ് ആൻ എറോണിയസ് ബിലീഫ് കൺസേണിങ് സംതിങ്. എന്തെങ്കിലും കുറിച്ചിട്ടൊരു തെറ്റിദ്ധാരണ വരിക എന്നുള്ളതാണ് മിസ്റ്റേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ് എൻഗേജസ് വൈ ആസ് എ ടീച്ചർ ഫോർ ഹിസ് സൺ അപ്പിയറിംഗ് ഫോർ IAS പ്രിലിമിനറി. വൈ അഗ്രീസ് ടു കം ഡെയിലി 7. എക്സ് തിങ്സ് 7 AM ബട്ട് വൈ മീൻസ് 7 PM. ദിസ് ഈസ് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക്. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വൈ എന്ന് പറയുന്ന ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. സോ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡെയിലി 7 എന്നുള്ള ഒരു സമയമാണ് പറഞ്ഞത്. പക്ഷെ ആ ഡെയിലി 7 എന്ന് പറഞ്ഞപ്പോൾ എക്സ് ഉദ്ദേശിച്ചത് രാവിലെ 7 മണിയും വൈ ഉദ്ദേശിച്ചത് വൈകിട്ട് 7 മണിയുമാണ്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടീസും ആ സമയത്തെക്കുറിച്ചൊരു മിസ്റ്റേക്ക് സംഭവിച്ചൊക്കെയാണ്. സോ രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് സംഭവിച്ച കാരണം അത് ബൈലാറ്ററൽ മിസ്റ്റേക്കായിട്ട് നമ്മൾ പറയും. ഇതാണ് സിംപ്ലി മിസ്റ്റേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then, if the agreement is made under mistake, it means that there is no consent and the contract is invalid or void ab initio. ഇനി മിസ്റ്റേക്ക് സംഭവിച്ചാലുള്ള ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഫ്രീ കൺസെൻറ്റ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മറ്റ് 4 ഫാക്ടേഴ്സ് പറഞ്ഞു. അതായത് കൊയേർഷന്, ഫ്രോഡ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ. ഈ 4 കേസിലും കൺസെൻറ്റ് ആ ഒരു കോൺട്രാക്റ്റിൽ വരുന്നുണ്ട്. പക്ഷേ ആ കൺസെൻറ്റ് ഫ്രീ ഒബ്റ്റെയിൻഡ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അവിടെ ആ അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ മിസ്റ്റേക്ക് സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു ഐഡൻറ്റിറ്റി വരുന്നേ ഇല്ല. ദാറ്റ് മീൻസ് രണ്ട് പാർട്ടീസും രണ്ട് കാര്യമാണ് മനസ്സിലാക്കുന്നത്. സോ അവിടെ എന്ത് വരുന്നില്ല? ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് വരുന്നില്ല. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. സോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരുന്നില്ല. സോ ആ ഒരു അഗ്രിമെൻറ്റിനെ കോൺട്രാക്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. സോ മിസ്റ്റേക്ക് സംഭവിച്ചുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. മറ്റുള്ള 4 കേസിനും കോൺട്രാക്റ്റുകൾ വോയിഡബിൾ ആണ്. മിസ്റ്റേക്ക് സംഭവിച്ചാൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ് എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. പകരം ആ കോൺട്രാക്റ്റ് എന്ത് തന്നെയാണ്? വോയിഡ് ആണ് അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, മിസ്റ്റേക്ക് സംഭവിച്ചാൽ അവിടെ രണ്ട് പാർട്ടീസും ഒരു കാര്യത്തെക്കുറിച്ച് 2 തരത്തിലാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ. സോ അവിടെ എന്ത് വരുന്നില്ല? ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് വരുന്നില്ല. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. കൺസെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും വാലിഡ് ആവുന്നില്ല. കാരണം കൺസെൻറ്റ് ഒരു കോൺട്രാക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്സ്. മിസ്റ്റേക്സിനെ നമുക്ക് മെയിനായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മിസ്റ്റേക്ക് ഓഫ് ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. Mistake of law again classified into mistake of Indian law and mistake of foreign law. Then mistake of fact has 2 classification: bilateral mistake and unilateral mistake. ഇപ്പോൾ നമ്മൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാമെന്ന് പറഞ്ഞു. ആ മിസ്റ്റേക്കുകൾ പല തരത്തിലുള്ളതാകാം. സോ അതിൻ്റെ ബേസിൽ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്: മിസ്റ്റേക്ക് ഓഫ് ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ പല നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ പുറത്തുള്ള രാജ്യത്തുണ്ട്. സോ അത്തരം നിയമത്തിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിക്കുകയാണെങ്കിൽ അതാണ് മിസ്റ്റേക്ക് ഓഫ് ലോ. അതേസമയം കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ടും മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അത്തരം മിസ്റ്റേക്കുകളെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ. This is based on the well-established rule of law, namely ignorantia juris non excuse act. അതായത് ignorance of law is no an excuse. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു എക്സ്ക്യൂസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്.
സോ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം നമുക്കൊരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് സംഭവിച്ച വ്യക്തി അത് സഫർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിലുള്ള നിയമത്തെക്കുറിച്ചിട്ട് മിനിമം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയുടെ നിയമത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടി സഫർ ചെയ്യണം, അല്ലാതെ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നത്. Then section 21 lays down that a contract is not voidable because it was caused by a mistake as to any law in force in India. ഇന്ത്യയിലുള്ള ഒരു നിയമത്തെക്കുറിച്ച് അറിയാത്തത് കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡബിൾ അല്ല എന്നുള്ളതാണ് സെക്ഷൻ 21 പറഞ്ഞിട്ടുള്ളത്. സോ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ലോയെക്കുറിച്ച് അറിയാത്ത കാരണം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് അല്ല, അല്ലെങ്കിൽ വോയിഡബിൾ അല്ല, അതെന്ത് തന്നെയാണ്, വാലിഡ് തന്നെയാണ്. അത്തരം കോൺട്രാക്റ്റിൽ ആർക്കാണോ മിസ്റ്റേക്ക് സംഭവിച്ചത് ആ പാർട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള ലോസ് അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ അത് സഫർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, എ man was caught by a ticket conductor for traveling on a train without a ticket. The man cannot claim that he was not aware that a ticket is required while traveling and shall be punished under the Indian Railways Act 1989. അതായത് ഒരു വ്യക്തി ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. സോ ടിക്കറ്റ് കണ്ടക്ടർ അയാളെ പിടിച്ചു, എന്നിട്ട് ഫൈൻ ഇടും. സോ ആ സമയത്ത് ആ വ്യക്തി പറയുകയാണ്, ടിക്കറ്റ് എടുത്തിട്ടേ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിവരം എനിക്കറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊരു എക്സ്ക്യൂസ് അല്ല. ഇവിടെ അയാളെ ഇന്ത്യൻ റെയിൽവേസ് ആക്ട് പ്രകാരം പണിഷ് ചെയ്യും. ദാറ്റ് മീൻസ് ഫൈനോ കാര്യങ്ങളോ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ ആ വ്യക്തിക്ക് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങൾ പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സോ നമ്മുടെ കോൺട്രാക്റ്റുകളിൽ ചില സമയത്ത് ഫോറിൻ ലോസിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്ന കോൺട്രാക്റ്റുകളുണ്ട്. അത്തരം കേസുകളിൽ ഫോറിൻ ലോയുമായി ബന്ധപ്പെട്ട് ചിലർ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അതിനെക്കുറിച്ചാണ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയിൽ പറയുന്നത്. The mistake of foreign law has the same effect as mistake of fact. Therefore, the agreement in such a case is void. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിലുള്ള നിയമങ്ങൾ അറിയണം എന്നുള്ളത് നമുക്ക് കണ്ടീഷൻ വെക്കാം. പക്ഷേ അവർക്ക് ഫോറിൻ നിയമങ്ങളും അറിയണം എന്നുള്ളത് ഒരു കാരണവശാൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫോറിൻ ലോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ വോയിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഇന്ത്യൻ ലോ അറിയാതിരുന്നത് കൊണ്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തല്ല, കൺസിഡർ ചെയ്യുന്നില്ല. അത്തരം കോൺട്രാക്റ്റുകൾ ഒരിക്കലും വോയിഡ് ആകുന്നില്ല, അത് വാലിഡായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഫോറിൻ ലോയുമായി ബന്ധപ്പെട്ട് മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് അഗ്രിമെൻറ്റിനെ വാലിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം അഗ്രിമെൻറ്റ്സിനെ വോയിഡ് അഗ്രിമെൻറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Section 21 lays down that a mistake as to law not in force in India has the same effect as a mistake of fact. അതായത് സെക്ഷൻ 21 കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 21 പറയുന്നത്, നമ്മുടെ രാജ്യത്തല്ലാതെ വേറൊരു രാജ്യത്തുള്ള നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് സംഭവിച്ച പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. For example, A purchased a plot of land of 192 square meter in Dubai from B, believing that a house can be constructed over it. Actually, in Dubai, no house can be constructed on a plot of less than 200 square meter. The contract can be avoided. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി 192 സ്ക്വയർ മീറ്റർ പ്ലോട്ട് ഓഫ് ലാൻഡ് ദുബായിൽ വാങ്ങുകയാണ് ബീൻ്റെ കയ്യിൽ നിന്ന്. സോ എ വാങ്ങുന്നത് ആ ഒരു പ്ലോട്ടിൽ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ദുബായിൽ 200 സ്ക്വയർ മീറ്ററിൽ കുറവുള്ള പ്ലോട്ടിൽ വീട് നിർമ്മിക്കാൻ കഴിയില്ല. ഇതറിയാതെയാണ് എ എന്ന് പറയുന്ന വ്യക്തി ആ പ്ലോട്ട് വാങ്ങുന്നത്. സോ ഫോറിൻ ലോയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്. ഇവിടെ എക്ക് ആ കോൺട്രാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ല, ആ കോൺട്രാക്റ്റ് എന്തുതന്നെയാണ്, വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. മിസ്റ്റേക്ക് ഓഫ് ലോ കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്.
Mistake relating to terms and conditions or any fact essential to the agreement is known as mistake of fact. Mistake of fact is a ground of avoidance of contract. അതായത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് വിളിക്കുന്നത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകൾ നമുക്ക് കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. As per section 20 of the Act, where both the parties to an agreement are under a mistake as to matter of fact essential to the agreement is void. അതായത് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 20ൽ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നത്, ഒരു കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരം മിസ്റ്റേക്കുകളെയാണ് നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെ ബൈലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റ് വോയിഡ് ആയിട്ടാണ് മാറുന്നത്. സോ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദ മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ ഓർ കോമൺ. രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടീസിനും എന്ത് സംഭവിക്കണം, മിസ്റ്റേക്ക് സംഭവിക്കണം. എന്നാലേ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആവുന്നുള്ളൂ, അപ്പോഴേ അഗ്രിമെൻറ്റ് വോയിഡ് ആകുന്നുള്ളൂ. ദെൻ മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു ആൻ എസെൻഷ്യൽ ഫാക്ട് ഓഫ് ദി അഗ്രിമെൻറ്റ്. അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ എലമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്കായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ. അഗ്രിമെൻറ്റുമായി യാതൊരു തരത്തിൽ ബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അഗ്രിമെൻറ്റിൻ്റെ വാലിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ആൻ എറോണിയസ് ഒപ്പീനിയൻ ആസ് ടു ദി വാല്യൂ ഓഫ് തിങ് വിച്ച് ഫോംസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി അഗ്രിമെൻറ്റ് ഈസ് നോട്ട് ടു ബി ഡീംഡ് എ മിസ്റ്റേക്ക് ഈസ് ആസ് ടു മാറ്റർ ഓഫ് ഫാക്റ്റ്. അതായത് ചില കേസുകളിൽ അഗ്രിമെൻറ്റിനുള്ള സബ്ജക്റ്റ് മാറ്ററിൻ്റെ വാല്യൂവിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. അത്തരം തെറ്റിദ്ധാരണകൾ ഒരിക്കലും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി മിസ്റ്റർ എ ആയിക്കോട്ടെ, മിസ്റ്റർ സെഡിൻ്റെ കയ്യിൽ നിന്നൊരു പെയിൻറ്റിങ് വാങ്ങുകയാണ് 5000 രൂപ കൊടുത്തിട്ട്. സോ മിസ്റ്റർ എ പറയുകയാണ്, ഞാനത് 5000 രൂപ വാല്യൂ ഉള്ളതാണെന്ന് കരുതിയിട്ടാണ് 5000 രൂപ തന്നത്, ആക്ച്വലി അതിന് 1000 രൂപ വാല്യൂ ഉള്ളൂ, സോ എനിക്ക് ഈ പെയിൻറ്റിങ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കൂല എന്നുള്ളതാണ് പറയുന്നത്. സോ സബ്ജക്റ്റ് മാറ്ററിൻ്റെ വാല്യൂമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് തന്നെ രണ്ട് തരത്തിലുണ്ട്, മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്ററും മിസ്റ്റേക്ക് ആസ് ടു ദി പെർഫോമൻസും എന്നുള്ളതാണ് പറയുന്നത്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസും. അതിൽ ഫസ്റ്റ് വൺ ആണ് മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്റർ. Where both the parties working under a mistake related to subject matter of contract, the contract is void. അതായത് കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് പാർട്ടീസിന് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, മിസ്റ്റേക്ക് റിഗാർഡിംഗ് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. Where both the parties are under a mistake regarding the existence of subject matter, the contract is void. നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്റർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആകുന്നുള്ളൂ. പക്ഷെ ചില സമയത്ത് കോൺട്രാക്റ്റിൽ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ ആക്ച്വലി നിലനിൽക്കാത്ത സമയത്തും കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എയും ബിയും ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാണ്. മിസ്റ്റർ എ പറയുകയാണ്, ദുബായിൽ നിന്ന് അയാളുടെ കുറച്ച് കാർഗോസ് കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. സോ കൊച്ചിയിൽ എത്തിയ ഉടനെ ആ കാർഗോ നിങ്ങൾക്ക് വിൽക്കാം ഇത്ര എമൗണ്ടിന് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. പക്ഷെ ആ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ എയും മിസ്റ്റർ സെഡും അറിയുന്നില്ല ആ കാർഗോ ഷിപ്പിൽ വരുന്ന സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഒന്നെങ്കിൽ ഫയറോ അല്ലെങ്കിൽ തെഫ്റ്റ് എന്തെങ്കിലും കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ആ സബ്ജക്റ്റ് മാറ്റർ ആക്ച്വലി നിലനിൽക്കുന്നില്ല. അതറിയാതെയാണ് മിസ്റ്റർ എയും മിസ്റ്റർ സെഡും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. സോ അവിടെ സബ്ജക്റ്റ് മാറ്റർ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആ രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം.
ആക്ച്വലി ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഈ രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. സോ അവിടെ രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോ ഇതെന്താണ്, ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്കാണ്. സോ ആ ഒരു കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറുന്നതാണ്. Then second one, mistake regarding identity of the subject matter. If both the parties are mistaken about the identity of subject matter, the contract shall be void. ചില സമയത്തിൽ നമ്മൾ സബ്ജക്റ്റ് മാറ്റർ ഉദ്ദേശിക്കുന്നത് സെല്ലറും ബയറും ആണെങ്കിൽ രണ്ട് പാർട്ടീസും രണ്ട് സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ടാണ് മനസ്സിൽ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് സംഭവിച്ചു എന്ന് പറയാം, മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല എക്സാമ്പിൾസിലും, ഒരു വ്യക്തിക്ക് മിസ്റ്റർ എക്ക് 2 കാറുണ്ട്, ദെൻ മിസ്റ്റർ ബി ഓഫർ ചെയ്യാണ് ഞാനതിലൊരു കാറ് വാങ്ങാം എന്ന് പറഞ്ഞിട്ട്. സോ ബി ഓഫർ ചെയ്ത കാറും എ ഉദ്ദേശിക്കുന്ന കാറും അവിടെ അവർ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നത് രണ്ടും 2 കാറാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നില്ല, ഐഡൻറ്റിറ്റി വരുന്നില്ല. സോ അത്രയും കേസിലും എന്ത് തന്നെയാണ്, ബൈലാറ്ററൽ മിസ്റ്റേക്കാണ്, ആ കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറുന്നതാണ്. സോ സബ്ജക്റ്റ് മാറ്റർ എക്സിസ്റ്റ് ചെയ്യണം, ദെൻ ആ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചുള്ള ഐഡൻറ്റിറ്റിയും വേണം. ഐഡൻറ്റിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും അത് എന്തായിട്ട് മാറും, മിസ്റ്റേക്കായിട്ട് മാറും. ദെൻ mistake regarding the title to the subject matter. If a person buys some property which neither party knew that it already belonged to the buyer, the contract will be void. അതായത് സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു എലമെൻ്റാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടിയിലെ 2 പാർട്ടീസ് ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യണം. അവിടെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കോൺട്രാക്റ്റ് വരുന്നത്. ദെൻ സപ്പോസ് ആ 2 പാർട്ടീസും ഒരാൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുകയാണ്, ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെന്ന് വിചാരിക്കാം. സോ ഇവിടെ വാങ്ങുന്ന ആൾ ഓൾറെഡി ആ പ്രോപ്പർട്ടിയുടെ ഓണറാണ്. പക്ഷേ 2 ആൾക്കും എന്തറിയുന്നില്ല, അങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല. സോ ഇവിടെ ഓൾറെഡി ഓണറായിട്ടുള്ള ഒരു ആൾ അയാളുടെ പ്രോപ്പർട്ടി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്ന കോൺട്രാക്റ്റ് എന്തായാലും എന്താണ്, വോയിഡായിട്ടാണ് മാറുന്നത്. അവിടെ ഒരു കേസ് വരാറുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് നടന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു അങ്കിള് അയാളുടെ നെഫ്യൂവിന് അയാൾ മരിക്കുന്ന സമയത്ത് കുറച്ച് പ്രോപ്പർട്ടി അയാളുടെ നെഫ്യൂവിൻ്റെ പേരിൽ എഴുതി വെക്കണം. ദെൻ ഇത് ആരറിഞ്ഞിട്ടില്ല, ഈ നെഫ്യൂ അറിഞ്ഞിട്ടില്ല, ആ അങ്കിളിൻ്റെ മകളും അറിഞ്ഞിട്ടില്ല. സോ ഈ പ്രോപ്പർട്ടി നെഫ്യൂവിൻ്റെ പേരിൽ തന്നെയാണ് ഓൾറെഡി ഉള്ളത് എന്നറിയാതെ നെഫ്യൂ ആ പ്രോപ്പർട്ടി അങ്കിളിൻ്റെ മകളുടെ കയ്യിൽ നിന്നും വാടകയ്ക്ക് എടുക്കണം. സോ ഈ അഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് നെഫ്യൂവിനും അറിയുന്നില്ല, അങ്കിളിൻ്റെ മകളിനും അറിയാത്ത കാര്യമാണ് ഓൾറെഡി ആ പ്രോപ്പർട്ടി നെഫ്യൂവിൻ്റെ പേരിലാണ് എന്നുള്ളത്. സോ ഇവിടെ ആ ലീസ് അഗ്രിമെൻ്റ് എന്താണ്, വോയിഡാണ്. കാരണം ഓൾറെഡി നെഫ്യൂവിൻ്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി നെഫ്യൂവിന് ഒരിക്കലും ഒരു അഗ്രിമെൻ്റ് വഴി ലീസിനെടുക്കാൻ കഴിയില്ല. സോ അവിടെ എന്തായിട്ട് മാറും, ആ കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറും. സോ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളും കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Then fourth one, regarding the quantity of subject matter, where the quantity purchased is fundamentally different from the quantity intended to be sold, there occurs mutual mistake which prevents the formation of an enforceable contract. അതായത് ചില കേസുകൾ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു മിസ്റ്റേക്കാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരിക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു ബയർ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് റൈസ് വാങ്ങാനുള്ള കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സോ അവിടെ 100 എന്നുള്ളൊരു ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ 2 പാർട്ടീസും ചിലപ്പോൾ ആ 100 എന്നുള്ളതിൽ തന്നെ 100 കിൻഡൽ ആവാം, 100 കിലോഗ്രാം ആവാം. സോ അവിടെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നു. സോ ആ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ഈ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യും. ഇനി 100 തന്നെ ആവണമെന്നില്ല, ഇവർ 2 പാർട്ടീസും പറയുന്ന ക്വാണ്ടിറ്റിയിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ആ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ fifth one, regarding the quality of subject matter, it occurs where the subject matter is entirely different from the contemplated by the parties. അതായത് ചില കേസുകളിൽ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് വരാറുണ്ട്. ആ ക്വാളിറ്റി വേരിയേഷൻസ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് അവൈലബിൾ ആയുള്ള സബ്ജക്റ്റ് മാറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ആ 2 പാർട്ടീസും ഉദ്ദേശിച്ച ക്വാളിറ്റി സെയിം ആവണമെന്നില്ല.
സോ അങ്ങനെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസസ് വരികയാണ് എന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി അത് അഫക്റ്റ് ചെയ്യും. അത്തരം കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റായി മാറും. Then regarding the price of the subject matter, or a seller while writing the price of goods intending to write rupees 2250 by mistake writes 1250, the agreement is void. ദെൻ ഒരു കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ പ്രൈസുമായി ബന്ധപ്പെട്ട് മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് 2250 രൂപ എഴുതേണ്ടടുത്ത് 1250 രൂപ എന്ന് എഴുതിയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു വാല്യൂമായി ബന്ധപ്പെട്ട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ ആ കോൺട്രാക്റ്റും എന്തായിട്ട് മാറും? വോയിഡായിട്ട് മാറും. ഇത്രയാണ് മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്റർ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. Where the parties to an agreement believe that the agreement is capable of performance, while in fact it is not so. The agreement is treated as void. അതായത് ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യുമ്പോൾ അവിടെ ആ അഗ്രിമെൻറ്റ് പെർഫോം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. പെർഫോം ചെയ്യാൻ പോസിബിളായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ചില കേസുകളിൽ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് നടക്കാറില്ല. ദാറ്റ് മീൻസ് പെർഫോമൻസ് ഇമ്പോസിബിൾ ആവാറുണ്ട്. അത്തരം കേസുകളിലും മിസ്റ്റേക്ക് സംഭവിക്കാം. സോ ആ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആകാം, അല്ലെങ്കിൽ ലീഗൽ ഇമ്പോസിബിലിറ്റി ആകാം. ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയിൽ പറയുന്നത് ഇഫ് ദ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് ഓഫ് സംതിങ് ഫോംസ് ദ ബേസിസ് ഓഫ് ആൻ അഗ്രിമെൻറ്റ് ദെൻ ദ അഗ്രിമെൻറ്റ് വിൽ ബിക്കം വോയിഡ് ഇഫ് സച്ച് എ സ്റ്റേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് എന്തെങ്കിലും ഒരു നിലനിൽപ്പ് എക്സിസ്റ്റൻസ് ഒരു അഗ്രിമെൻറ്റിൻ്റെ ഫോം അല്ലെങ്കിൽ ബേസ് ആയിട്ട് വരുന്നുണ്ട് വിചാരിക്കാം. പക്ഷേ ആ നിലനിൽപ്പ് ഇല്ലാതാകുമ്പോൾ, ഫിസിക്കലി ഇമ്പോസിബിൾ ആകുമ്പോൾ ആ അഗ്രിമെൻറ്റ് പെർഫോമൻസിനെ അത് എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനി, ആ ടയർ മാനുഫാക്ചറിങ് കമ്പനി ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയോട് പറയുകയാണ് ഞങ്ങൾ ഇത്ര ടയേഴ്സ് 2 മാസം കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് സെപ്റ്റംബർ 1 തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യണം. ദെൻ ഈ ടയർ മാനുഫാക്ചറിങ് കമ്പനിക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ് ഓർഡർ കൊടുക്കേണ്ടത്. പക്ഷേ ആ 2 മാസത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് ഫിനാൻഷ്യലി പ്രോബ്ലംസ് വന്നിട്ട് ആ കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരികയാണ് വിചാരിക്കാം. സോ സെപ്റ്റംബർ 1 ആവുന്നതിന് മുമ്പേ ആ കമ്പനി അടച്ചു പൂട്ടി. സോ സെപ്റ്റംബർ 1 ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കമ്പനി നിലനിൽക്കുന്നില്ല, കമ്പനി വൗണ്ടപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആ കമ്പനിയുടെ എക്സിസ്റ്റൻസ് ആണ് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനുള്ള ഈ കമ്പനി നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിട്ട് മാറും? വോയിഡായിട്ട് മാറും. ഇങ്ങനെ എന്തിൻ്റെങ്കിലും എക്സിസ്റ്റൻസ് ഒരു അഗ്രിമെൻറ്റിൻ്റെ പെർഫോമൻസിന് ബേസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ എക്സിസ്റ്റൻസ് ഇല്ലാതെയാകുമ്പോൾ ആ അഗ്രിമെൻറ്റിൻ്റെ പെർഫോമൻസിനെ അത് എഫക്റ്റ് ചെയ്യും. അത്തരം അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. സോ ഇങ്ങനെ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി കാരണം അഗ്രിമെൻറ്റ് പെർഫോം ചെയ്യാതെ വരും. സോ അതാണ് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ അവിടെ വരുന്നത് ലീഗൽ ഇമ്പോസിബിലിറ്റി. എ കോൺട്രാക്റ്റ് ഈസ് വോയിഡ് ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് സംതിങ് ഷാൾ ബി ഡൺ വിച്ച് ഇൻ ഫാക്ട് ലീഗലി ഇമ്പോസിബിൾ. നിയമപരമായി നടക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല? പെർഫോം ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ പറയുകയാണ്, മിസ്റ്റർ എക്ക് ഒരു ലാൻഡ് ഫോൺ കണക്ഷൻ ഉണ്ട്. സോ മിസ്റ്റർ എക്ക് ഫോൺ കണക്ഷൻ ആവശ്യമില്ല. സോ അവിടെ തൊട്ടടുത്ത അയൽവാസിയുള്ള സെഡിനോട് പറയുകയാണ് ഞങ്ങളുടെ കണക്ഷൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇത്ര രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുകയാണ് വിചാരിക്കാം. ഇവിടെ ആ കോൺട്രാക്റ്റ് ഒരിക്കലും പോസിബിൾ അല്ല. നിയമപരമായിട്ട് എക്ക് കിട്ടിയുള്ള ടെലഫോൺ കണക്ഷന് എക്ക് ഒരിക്കലും വിൽക്കാൻ കഴിയുന്നതല്ല. അത് ആ ടെലഫോൺ കണക്ഷൻ പ്രൊവൈഡ് ചെയ്ത സർവീസ് പ്രൊവൈഡറിനുള്ള ഓണർഷിപ്പിലുള്ള കാര്യമാണ്. സോ എ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ടെലിഫോൺ കണക്ഷൻ ഒരിക്കലും അയൽവാസിക്ക് വിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ ആ പോസിബിലിറ്റി പെർഫോമൻസ് എന്ന് പറയുന്നത് ലീഗലി ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് മിസ്റ്റേക്ക് സംഭവിക്കാം. അതാണ് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതും ഏതിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്? ബൈലാറ്ററൽ മിസ്റ്റേക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്തത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. The term unilateral mistake means where only one party to the agreement is under mistake. അതായത് ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു 2 പാർട്ടീസും മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുകയാണ്.
അതേസമയം യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയാണ് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതിനെ നമ്മൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. ഇനി യൂണിലാറ്ററൽ മിസ്റ്റേക്കിൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ബൈലാറ്ററൽ മിസ്റ്റേക്ക് പോലെ അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് അല്ല. ഇവിടെ ആർക്കാണോ മിസ്റ്റേക്ക് സംഭവിച്ചത് അവർ അത് സഫർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ആസ് പെർ സെക്ഷൻ 22 ഓഫ് ദി ആക്ട്, എ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡബിൾ മിയർലി ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദി പാർട്ടീസ് ടു ഇറ്റ് ബി അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു മാറ്റർ ഓഫ് ഫാക്ട്. കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 22 പ്രത്യേകം പറയുന്നുണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. സോ അവിടെ എന്താണ്, ആർക്കാണോ മിസ്റ്റേക്ക് സംഭവിച്ചത് അവർ സഫർ ചെയ്യേണ്ടി വരും. എങ്കിലും യൂണിലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചാലും ചില കോൺട്രാക്റ്റുകൾ വോയിഡായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതാണ് അടുത്തത് പറയുന്നത്. അങ്ങനെ 2 കോൺട്രാക്ട്സ് ആണ് മെയിനായിട്ടുള്ളത്. ദാറ്റ് മീൻസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡ് അല്ല, അത് വാലിഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ചില കേസുകളിൽ ഈവൻ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മിസ്റ്റേക്ക് അബൌട്ട് ദ ഐഡൻറ്റിറ്റി ഓഫ് ദി പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ്. If there is a mistake regarding the identity of the person contracted with, even if the mistake is caused by fraud or misrepresentation of another party, the contract will be void. ചില കേസുകളിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയും കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന മറ്റൊരു വ്യക്തിയുമായിട്ടാവും. ഇത്തരം കേസിലും അവിടുത്തെ പാർട്ടീസുമായി ബന്ധപ്പെട്ട്, ഐഡൻറ്റിറ്റി ഓഫ് പാർട്ടീസുമായി ബന്ധപ്പെട്ട് മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയാം. അത്തരം കോൺട്രാക്റ്റ് എന്തായിട്ടാണ് മാറുന്നത്, വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ബിസിനസ് സെഡിന് വിറ്റിട്ടുണ്ട്. ഇതറിയാതെ ഒരു കസ്റ്റമർ എ ആണെന്ന് കരുതി ഒരു ഓർഡർ കൊടുക്കുകയാണ് വിചാരിക്കാം. ആക്ച്വലി ആ ബിസിനസ് ആരതല്ല, എൻ്റെ അല്ല. ആ ഓർഡർ ആർക്കാണ് എത്തുന്നത്, സെഡിനാണ് എത്തുന്നത്. സോ ആ കസ്റ്റമർ വിചാരിച്ച വ്യക്തിക്കല്ല അയാൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്. ദെൻ ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതും ആരുമായിട്ടാകും, സെഡുമായിട്ടാകും. കാരണം ആ ബിസിനസ് ഇപ്പോൾ നടത്തുന്നത് സെഡാണ്. ആക്ച്വലി ആ കസ്റ്റമർ സെഡുമായിട്ടല്ല കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അവിടെ പാർട്ടീൻ്റെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ മിസ്റ്റേക്ക് എന്തിന് കാരണമാകും, ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആകാനുള്ള ഒരു കാരണമായിട്ട് മാറും എന്നാണ് പറയുന്നത്. സോ പാർട്ടീസിൻ്റെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിലും അതെന്താണ്, വോയിഡ് കോൺട്രാക്റ്റ് ആണ്. Then second one, mistake about the nature of the agreement. If a party does not disclose the true nature of the document but fraudulently induces the other party to sign it who believes that he is signing some other document, in such a case there is no real agreement. അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു അഗ്രിമെൻറ്റിൽ ഫോം ചെയ്യുക. നമ്മൾ ഫ്രോഡുലൻറ്റ് മിസ്റെപ്രസെൻറ്റേഷനൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഈ സൈൻ ചെയ്യുന്ന വ്യക്തി വേറൊരു കോൺട്രാക്റ്റ് ആണെന്ന് കരുതിയിട്ടാണ് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് എന്നുകൊണ്ട് വിചാരിക്കാം. അതായത് ആ വ്യക്തിക്ക് ഉദ്ദേശിച്ചത് ഒരു അഗ്രിമെൻറ്റും ദെൻ സൈൻ ചെയ്യുന്നത് വേറൊരു അഗ്രിമെൻറ്റുമായി മാറുകയാണ്. അതായത് നാച്ചർ ഓഫ് അഗ്രിമെൻറ്റിനെ കുറിച്ചൊരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാണ്. അങ്ങനെ നാച്ചർ ഓഫ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്താൽ അത്തരം കോൺട്രാക്റ്റുകളും വോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. സോ സൈൻ ചെയ്യുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നത് ഒന്നും സൈൻ ചെയ്യുന്നത് വേറൊന്നുമാണ്. സോ അവിടെ എന്താണ്, കോൺട്രാക്റ്റ് വോയിഡായിട്ടാണ് മാറുന്നത്. ഇത്രയാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോയെ കുറിച്ചുമാകാം, ഫോറിൻ ലോയെ കുറിച്ചുമാവാം, ദെൻ ഫാക്റ്റിനെ കുറിച്ചും ആവാം. ഇന്ത്യൻ ലോയെ കുറിച്ചാണെങ്കിൽ അതൊരു എക്സ്ക്യൂസ് അല്ല, അത്തരം കോൺട്രാക്റ്റ് വോയിഡബിൾ അല്ല. അതേസമയം ഫോറിൻ ലോയെ കുറിച്ചിട്ടുള്ള മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യും. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ യൂണിലാറ്ററൽ മിസ്റ്റേക്കുമാകാം, ബൈലാറ്ററൽ മിസ്റ്റേക്കുമാകാം. യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ നോർമലി ആ കോൺട്രാക്റ്റ് വോയിഡ് ആകുന്നില്ല, വാലിഡായിട്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ചില കേസിൽ വോയിഡ് ആകുന്നുണ്ട്. അതാണ് ഐഡൻറ്റിറ്റി ഓഫ് പാർട്ടീസിനെ കുറിച്ചുള്ള മിസ്റ്റേക്കും നാച്ചർ ഓഫ് അഗ്രിമെൻറ്റിനെ കുറിച്ചുള്ള മിസ്റ്റേക്കും. ദെൻ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എങ്ങനെ വന്നാലും വോയിഡ് കോൺട്രാക്റ്റായി മാറും. ഇത്രയാണ് മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.